ആദ്യമായിട്ട് ചലച്ചിത്രമേള ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ചലച്ചിത്രമേളയ്ക്ക് നേതൃത്വം കൊടുത്തത് ഹിറ്റ്ലറും മുസോളിനിയുമാണ്. നമുക്ക് ഒരുപക്ഷെ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. ഹിറ്റ്ലറും മുസോളിനിയും ഒരു സാംസ്കാരിക ഇടത്തിന്, ഒരു കലാപരമായ ഒരു ഇടത്തിന് അരങ്ങൊരുക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെടുമോ എന്ന് നമുക്കൊരാശങ്കയുണ്ടാവും, ഒരു സംശയമുണ്ടാവും. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. വെനീസ് ചലച്ചിത്രമേള ആരംഭിക്കുന്നത് ഹിറ്റ്ലറും മുസോളിനിയുടെയും സംയുക്തമായ ആഭിമുഖ്യത്തിലാണ്. അവരാണ് ആ മേളയെ ആദ്യത്തെ 1-2 വർഷങ്ങളിൽ തുടർച്ചയായി നടത്തിക്കൊണ്ട് വരുന്നത്. ആ മേള പക്ഷേ അവർ നടത്തിയത് നല്ല ഉദ്ദേശത്തോടെയല്ല. അതവരുടെ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാസിസ്റ്റ് കാര്യങ്ങൾക്കുള്ള ഒരു പ്രൊപ്പഗണ്ടയായിട്ടാണ് അവർ ആ ചലച്ചിത്രമേള ആരംഭിച്ചത്. അതിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ക്യാൻ ചലച്ചിത്രമേള ഉണ്ടാകുന്നത്. സ്വതന്ത്രരായ ചില ചലച്ചിത്ര പ്രവർത്തകർ, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകർ ഹിറ്റ്ലറിൻ്റെയും മുസോളിനിയുടെയും ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ടാണ് ക്യാൻസ് ചലച്ചിത്രമേള ആരംഭിക്കുന്നത്. അപ്പോൾ ചലച്ചിത്രമേള എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയത്തിൻ്റെയും സാംസ്കാരികതയുടെയും ഫാസിസത്തിൻ്റെയും ഒക്കെ കഥകൾ ചേരുന്ന ഒന്നാണ്. അവിടെ നിന്നാണ് ഈ ചലച്ചിത്രമേളകൾ പിന്നീട് വെനീസും ഹിറ്റ്ലറുടെയൊക്കെ കാലത്തിന് ശേഷം ചലച്ചിത്രമേള എന്ന രീതിയിൽ സ്വതന്ത്രമായി അത് പ്രവർത്തിച്ചു തുടങ്ങുകയും ലോകമെമ്പാടും മറ്റ് ചലച്ചിത്രമേളകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ചലച്ചിത്രമേള എന്ന് പറയുന്നത് ഒരു ചെറുത്തുനിൽപ്പിലൂടെയാണ് ശരിക്ക് ഉണ്ടാകുന്നത്. നമുക്കൊക്കെ ഇപ്പോൾ അറിയാവുന്ന ഏറ്റവും കൂടുതൽ ക്യാൻസ് ചലച്ചിത്രമേളയാണ് നമ്മളൊക്കെ കേൾക്കുന്ന ഒരു വലിയ മേള എന്നുള്ളത്. വെനീസുമൊക്കെയാണ്. അപ്പോൾ ആ 2 ചലച്ചിത്രമേളകളും ഇത്തരത്തിലുള്ള സാംസ്കാരികമായ, രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പുകളുടെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഓരോ ദേശങ്ങളിലും സാംസ്കാരികമായി നമ്മൾ എത്ര വളർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന അടയാളപ്പെടുത്തൽ കൂടെയാണ് ചലച്ചിത്ര മേളകൾ പോലെയുള്ള കൂടിച്ചേരലുകൾ ഉണ്ടാകുന്നത്. ഒരു ജനതയുടെ ഉയർച്ച നമ്മൾ അടയാളപ്പെടുത്തുന്നത്, ഒരു ദേശത്തിൻ്റെ ഉയർച്ച നമ്മൾ അടയാളപ്പെടുത്തുന്നതിന് 4-5 ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഘടകം ആ ജനതയ്ക്ക് കൃത്യമായി ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തേത് ആ ജനതയ്ക്ക്, ആ ആളുകൾക്ക് തലചായ്ക്കാനായിട്ട് ഇടം കിട്ടുന്നു എന്നുള്ളതാണ്. മൂന്നാമത് അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നാലാമത് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനുള്ള ആരോഗ്യ നിലവാര സൂചികകൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. 5-ാമത്തെ സൂചിക എന്ന് പറയുന്നത് അവരുടെ സാംസ്കാരികമായ വളർച്ച എത്രത്തോളമാണ് എന്നുള്ളതാണ്. അവർക്ക് സാംസ്കാരികമായി പെരുമാറാനുള്ള ഇടങ്ങൾ, അവർക്ക് സാംസ്കാരികമായിട്ട് ചിന്തിക്കുവാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് സാംസ്കാരികമായി ഒത്തുകൂടാനുള്ള ഇടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് 5ഉം ഇല്ലെങ്കിൽ നമ്മളൊരു ദേശത്തിൻ്റെ ഇടപെടലുകൾ, ദേശത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ദേശത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നില്ല. ചലച്ചിത്രമേളകളുടെ ഒരു പ്രത്യേകത, ചലച്ചിത്രമേളകൾ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, ആ സിനിമ സംസാരിക്കുന്ന പ്രമേയം, അത് ഏത് രാജ്യത്തു നിന്നാണോ വരുന്നത് ആ രാജ്യത്തിൻ്റെ സാമൂഹികമായ അവസ്ഥകൾ, ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായ അവസ്ഥകൾ, ആ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി, ഇതൊക്കെ നമ്മളിലേക്ക് കൂടി എത്തുകയാണ്. ആ സിനിമ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ രാജ്യത്തിൻ്റെ അവസ്ഥകൾ കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സിനിമയെന്ന് പറയുന്ന കലാരൂപം ഏറ്റവും ശക്തിമത്തായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയായി മാറുന്നത്. സിനിമകളെന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ രാഷ്ട്രീയം പറയുവാനും സാംസ്കാരികമായ വിഷയങ്ങൾ സംസാരിക്കുവാനും മനുഷ്യരുടെ സമരങ്ങൾ അടയാളപ്പെടുത്തുവാനും മനുഷ്യൻ്റെ സഹനങ്ങൾ അടയാളപ്പെടുത്തുവാനും അവൻ്റെ ജീവിതം പറയുവാനും ഒക്കെയുള്ള ഒരു വേദി കൂടിയാണ്. അത് വളരെ വിശാലമായ ഒന്നാണ്. അത്തരത്തിലേക്ക് സിനിമകൾ നിർമ്മിക്കുന്നവരെ പോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ സിനിമകൾ നിർമ്മിക്കുന്ന ആളുകൾ പോലും